Divisional Accountant Officer Important MCQ Problem Discussion Part 8. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ 140 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ 141ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ദ ഫോളോയിങ് ഡിപ്രീസിയേഷൻ മെത്തേഡ് എ പ്രീ ഡിറ്റർമിൻഡ് പെർസെൻറ്റേജ് ഈസ് അപ്ലൈഡ് ടു a gradually shrinking balance of the asset account every year and a large amount is recorded as depreciation in earlier year than the later year. Options: A. Fixed percentage on original cost method. B. Reduction installment method. C. Annuity method. D. Depreciation fund method. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന, ഒരു ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്താ പ്രീ ഡിറ്റർമിൻ ചെയ്ത് സർട്ടൺ പെർസെൻറ്റേജിലേക്ക് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലാർജ് എമൗണ്ട് ആണ്. അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡഡ് ഇൻ ഡിപ്രീസിയേഷൻ ഇൻ ഏർലിയർ ഇയർ ദാൻ ദ ലേറ്റർ ഇയർ. അപ്പം ആ ഒരു ലാർജ് എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, എഴുതി റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങനെ അതിൻ്റെ ഓപ്ഷൻസ് ഇല്ലേ, അപ്പോൾ ഓപ്ഷൻ ബി ആണ്. റിഡക്ഷൻ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ് നമ്മളത് ബാലൻസ് ഷീറ്റിൽ ഓരോ വർഷവും ഏർലിയർ ഇയറിൽ നിന്ന് ലേറ്റർ ഇയറിലേക്ക് നമ്മൾ റിഡക്ഷൻ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓപ്ഷൻ ബി റിഡക്ഷൻ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ് നമ്മളത് കാണിക്കുന്നത്. നെക്സ്റ്റ് 142ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഡിപ്രീസിയേഷൻ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഡിപ്രീസിയേഷൻ ഈസ് നോൺ ക്യാഷ് എക്സ്പെൻസ്. രണ്ടാമത്തേത്, ഡിപ്രീസിയേഷൻ ഓൾസോ ചാർജസ് ഓൺ കറണ്ട് അസറ്റ്. മൂന്നാമത്തെ, ഡിപ്രീസിയേഷൻ ഈസ് ഡിക്ലൈൻ ഇൻ ദ കറണ്ട് വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. നാലാമത്തത്, ഇൻ മെയിൻ കാസ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് വിയർ ആൻഡ് ടിയർ കാസ്റ്റ് ബൈ ഇറ്റ്സ് യൂസേജ്. അപ്പം ഇവിടെ എന്താ ആൻസർ വരേണ്ടത്, നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ്, അറിയാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ്. രണ്ടാമത്തതിൽ നമ്മൾ പറയുന്നത്, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തേതിൽ കറണ്ട് അസറ്റുകൾക്കാണോ നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതല്ല, ഫിക്സഡ് അസറ്റാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ എന്താണ് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ ഓഫ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. മാർക്കറ്റ് വാല്യൂ അല്ല കുറയുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്ത വാല്യൂ ആണ് ഡിക്ലൈൻ ചെയ്യുന്നത്. സോ അതും തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, വിയർ ആൻഡ് ടിയർ കാസ്റ്റ് ബൈ യൂസേജ്. അതെന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെഫിനിഷൻ തന്നെ ഡിപ്രീസിയേഷൻ്റെത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അപ്പം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 143, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ് അബൌട്ട് ഡിപ്രീസിയേഷൻ? ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. ഒന്നാമത്തെ, ഡിപ്രീസിയേഷൻ മസ്റ്റ് ബി ചാർജ്ഡ് സോ ആസ് ടു അസർട്ടൈൻ ദ ട്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ അതെന്താ, ശരിയാണ്. ഡിപ്രീസിയേഷൻ എന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ട്രൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാനാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ റോങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം നെക്സ്റ്റ് നോക്കാം, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ്സ് ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ്. അത് ശരിയാണ്. ഡിപ്രീസിയേഷൻ നമ്മൾ വയ്ക്കുന്നത് എന്തിനാണ്, ആ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയല്ലേ. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. മൂന്നാമത്തെ എന്താണ്, വെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് ഹയർ ദാൻ ദ ബുക്ക് വാല്യൂ ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചാർജ്ഡ്. അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അല്ല. നമുക്ക് അവിടെ എന്താ, ബുക്ക് വാല്യൂക്കാളും കുറവായിരിക്കും നമുക്ക് അവസാനം ചാർജായി കിട്ടുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ടു റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് അസറ്റ് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, തെറ്റാണ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു, റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് അസറ്റ് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂക്കാളും ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ടു റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് അസറ്റ് ടു ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. സോ അവിടെ എന്താ ആൻസർ, അതും ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 3ഉം 4ഉം ആണ് അവിടെ റോങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് 144ാമത്തെ ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ഡാഷ് ഇൻ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ഡാഷ് വാല്യൂ ഇൻ ഫിക്സഡ് അസറ്റ്. ഓപ്ഷൻസ് എ ചേഞ്ച്, ഓപ്ഷൻ ബി ഡിക്രീസ്, ബി ഫ്ലക്ച്വേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് 144ാമത്തെ ക്വസ്റ്റ്യൻ, അസറ്റ് റിക്വയർഡ് ഫോർ പ്രീലോഗ്ഡ് യൂസ് ആർ നോൺ ആസ് ഡാഷ് അസറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ, ഓപ്ഷൻ എ ഓപ്ഷൻസ് കറണ്ട് അസറ്റ്, ബി ഫിക്സഡ് അസറ്റ്, സി ടാഞ്ചിബിൾ അസറ്റ്, ഓപ്ഷൻസ് ഡി ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇവിടെ ഫിക്സഡ് അസറ്റുകളുടെ
പ്രീലോങ്ഡ് യൂസസിനാണ് എന്ത് സംഭവിക്കുന്നത്? അസറ്റ് റിക്വയർഡ് ഫോർ പ്രീലോങ്ഡ് യൂസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 146ാമത്തെ ക്വസ്റ്റ്യൻ, സ്ക്രാപ്പ് വാല്യൂ ക്യാൻ ഓൾസോ ബി കോൾഡ് ഡാഷ് വാല്യൂ. ഓപ്ഷൻസ് റിയലൈസബിൾ വാല്യൂ, ബി ബ്രേക്കപ്പ്, സി റീസെയിൽ, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കറിയാം സ്ക്രാപ്പ് വാല്യൂവിനെ വേറൊരു പേരിലും പറയുന്നുണ്ട്, ബ്രേക്കപ്പ് വാല്യൂ എന്നൂടെ പറയുന്നുണ്ട്. സ്ക്രാപ്പ് വാല്യൂ ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്കപ്പ് വാല്യൂ. അടുത്ത 147ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്ലക്ച്വേഷൻ റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ഡാഷ്. അപ്പോൾ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ അല്ല, കറണ്ട് അസറ്റിൻ്റെ ചേഞ്ചസിനുണ്ടാവുന്ന വാല്യൂവിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറണ്ട് അസറ്റ്. നെക്സ്റ്റ് എന്താ? 148ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ഡാഷ് മെത്തേഡ്. ഓപ്ഷൻസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്, ആനുവിറ്റി മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പം നമുക്കറിയാം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ വേറൊരു പേര് തന്നെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നാണ്. സോ ആൻസർ എ ആണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. നെക്സ്റ്റ് 149ാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ ഡാഷ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഗോസ് ടു ഡിക്രീസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓപ്ഷൻ എ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ബി ആനുവിറ്റി മെത്തേഡ്, സി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. നമുക്കറിയാം ഓരോ ഇയറിലും കുറഞ്ഞു വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ ഡിമിനിഷ് ചെയ്യുവാണ്. സോ ആൻസർ എ ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡാണ്. നെക്സ്റ്റ് 150ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? അപ്പം ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ഡിപ്രീസിയേഷൻ ഈസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. ഓപ്ഷൻ എന്താണ്? ശരിയാണ്, ഡിക്രീസ് ഇൻ ദ വാല്യൂ. ഓപ്ഷൻ എ കറണ്ട് അസറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ല ഫിക്സഡ് അസറ്റിൻ്റെ ഇതിലല്ലേ കുറവ് വരുന്നത്. സോ ആ ഓപ്ഷൻ എന്താ? തെറ്റാണ്. കറണ്ട് അസറ്റ് അല്ല അവിടെ വരേണ്ട, ഫിക്സഡ് അസറ്റ് ആണ്. നെക്സ്റ്റ്, അണ്ടർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം ത്രൂ ഔട്ട് ദ വർക്കിംഗ് ലൈഫ് ഓഫ് ദി അസറ്റ്. അപ്പോൾ അവിടെ എന്താണ്? അത് ശരിയാണ്. അത് ഓപ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് പറയാം. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഒരു അസറ്റിൻ്റെ വർക്ക് ലൈഫിൽ. നെക്സ്റ്റ് മൂന്നാമത്തത്, അണ്ടർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് അപ്ലൈഡ് ഇൻ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് പെർസെൻറ്റേജ് കാണിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് അപ്ലൈഡ് ഓൺ ദ ഡിമിനിഷിംഗ് വാല്യൂ ഓഫ് അസറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഡിമിനിഷിംഗ് എന്ന് വെച്ചാൽ കുറഞ്ഞാണ് വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് 151ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഒന്നാമത്തത്, പ്രൊവിഷൻ ഈസ് ചാർജ് ഓൺ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് മാറ്റുന്നത്? പ്രൊവിഷൻ മാറ്റുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ റിസർവ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. നമ്മൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണോ കാണുന്നത്? അല്ല, ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും റവന്യൂവിൽ നിന്നല്ല മാറുന്നത്, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റുന്നത്. സോ അത് തെറ്റാണ്. പ്രോഫിറ്റ് ഓൺ പർച്ചേസ് ഓഫ് ബിസിനസ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റ് ഓൺ പർച്ചേസ്, ബിസിനസ്സിലേക്ക് എന്തെങ്കിലും പർച്ചേസ് വന്നാൽ അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടാണ് കാണുന്നത്. സോ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നാലാമത്തെ എന്താണ്? ക്രിയേഷൻ ഓഫ് ജനറൽ റിസർവ് ലീഡ്സ് ടു അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ജനറൽ റിസർവ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടാണ് കാണുന്നത്. ആ ഓപ്ഷനും ശരിയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉം 4ഉം ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് 152ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസ്റ്റലേഷൻ, ഫ്രൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആർ പാർട്ട് ഓഫ് ഡാഷ്. എ അസറ്റ്, ബി അക്വിസിഷൻ കോസ്റ്റ്, സി ചാർജ്, ഡി റിസർവ്. അപ്പോൾ എന്താണ്? ഇൻസ്റ്റലേഷനും ഫ്രൈറ്റും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഒരു അക്വിസിഷൻ കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഒരു മെഷീനറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അക്വയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കോസ്റ്റുകളാണ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 153ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ക്രിയേറ്റഡ് ഫോർ മെയിൻറ്റെയിനിങ് എ സ്റ്റേബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ടേംഡ് ആസ്.
എന്താണ് 153? നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു സ്റ്റേബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, ബി ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്, സി വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, ഡി എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫ്ലക്ച്വേഷൻ ഫണ്ട്. നമുക്കറിയാം ഡിവിഡൻഡ് വരുന്നത് കൊണ്ട് തന്നെ ഡിവിഡൻഡ് സ്റ്റേബിളായിട്ട് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് വേണം. സോ ആൻസർ ബി ആണ്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്. നെക്സ്റ്റ് 154ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? ഫസ്റ്റ് വൺ, മേക്കിംഗ് എക്സസീവ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ബിൽറ്റ് അപ്പ് ദ സീക്രട്ട് റിസർവ് ഇൻ ദ ബിസിനസ്. അപ്പോൾ അവിടെ എന്താ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? മേക്കിംഗ് എക്സസീവ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് എക്സസീവായിട്ട് പ്രൊവിഷൻ വയ്ക്കുവാണെങ്കിൽ നമുക്കത് എന്താണ്? അതൊരു സീക്രട്ട് റിസർവ് ബിസിനസ്സിൽ ബിൽറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ശരിയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? ക്യാപിറ്റൽ റിസർവ്സ് ആർ നോർമലി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഫ്രീ ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അങ്ങനെയല്ല, ക്യാപിറ്റൽ റിസർവ് ഒരിക്കലും ഒരു ഫ്രീ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. നമുക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് എടുക്കേണ്ട പ്രോഫിറ്റിൽ നിന്ന് മാറ്റുന്ന റിസർവുകളാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടബിൾ. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ജനറൽ റിസർവ്. ജനറൽ റിസർവിന് അങ്ങനെ എക്സാമ്പിൾ ഒന്നുമില്ല. അത് എല്ലാ കാറ്റഗറി ഓഫ് റിസർവ്സ് നമുക്ക് എന്ത് യൂസിന് വേണമെങ്കിലും ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം. സോ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഒരിക്കലും ഒരു ജനറൽ റിസർവ് അല്ല. അവിടെ ആൻസർ വരുന്നത് ഓൺലി വൺ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 155ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ജനറൽ റിസർവ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ സം സ്പെസിഫിക് പർപ്പസസ്. നമുക്കറിയാം ജനറൽ റിസർവ്സ് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന റിസർവുകളാണ് ജനറൽ റിസർവ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രൊവിഷൻ ഈസ് ചാർജ്ഡ് അഗൈൻസ്റ്റ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ പ്രൊവിഷൻ ചാർജ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത്തെ എന്താ? റിസർവ്സ് ആർ ക്രിയേറ്റഡ് ടു മെറ്റ് ഫ്യൂച്ചർ എക്സ്പെൻസസ് ഓർ ലോസസ് ഇൻ ദ എമൗണ്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് സർട്ടൺ. അപ്പോൾ റിസർവ്സ് അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ എക്സ്പെൻസസ് അല്ല, നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും വേണ്ടി കൂടെയാണ് നമ്മൾ റിസർവ്സ് മാറ്റുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 4, ക്രിയേഷൻ ഓഫ് റിസർവ്സ് ഇൻക്ലൂഡ്സ് ടാക്സബിൾ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ എന്താ ടാക്സ് റെഡ്യൂസസ് ദ ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സുകൾ റെഡ്യൂസ് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് നമ്മൾ ഈ റിസർവ് മാറ്റുമ്പം അപ്പോൾ ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. ടാക്സ് കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ അവിടെ ടാക്സിനെ ഒന്നും നമ്മൾ കുറയ്ക്കുന്നില്ല. നമുക്ക് ആക്ച്വൽ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ടാക്സ് പേ ചെയ്തിട്ടാണ് നമ്മൾ എന്തിലോട്ട് മാറ്റുന്നത്? റിസർവ് മാറ്റുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ആൻസർ ബി ആണ് ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ പോർഷനിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.